തിരുവനന്തപുരം മാറ്റുകാലിൽ ഫ്ലക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കി വിദ്യാർത്ഥികൾ. മതപഠന വിദ്യാർത്ഥികളുടെ വേഷമാണ് അക്രമികൾ ധരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ജനം TVക്ക് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. രാത്രിയുടെ മറവിലായിരുന്നു വിദ്യാർത്ഥികളുടെ ഈ അതിക്രമം. ഭാരതാംബയുടെ ചിത്രം അത് ഫ്ലക്സ് ബോർഡായി വച്ചിരുന്നപ്പോൾ അതാണ് വികൃതമാക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ വികൃതമാക്കിയത് ഈ വിദ്യാർത്ഥികൾ. അതിൽ ശ്രദ്ധേയമായത് ഇവരുടെ വേഷമാണ്. കാരണം മതപഠന വിദ്യാർത്ഥികളുടേത് എന്നുള്ള പോലുള്ള വേഷം ഇവർ ധരിച്ചിരുന്നു. വിദ്യാർത്ഥികൾ എന്ന് വ്യക്തം യുവാക്കളാണ്. വിനീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? നിലവിൽ ഞായറാഴ്ചയാണ് ഈ സംഭവം, ഞായറാഴ്ച അർദ്ധരാത്രിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പൂന്തുറ പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വേഷധാരികളായ വിദ്യാർത്ഥികളാണ്, പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വേഷധാരികളായ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ എത്തി. നമുക്ക് അവരുടെ പെരുമാറ്റവും ഭാവവും അവരുടെ ശരീരഭാഷയും കാണുമ്പോഴാണ് അവർ വിദ്യാർത്ഥികളാണ് എന്ന തരത്തിൽ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ വേഷധാരികളായി എത്തിയ വിദ്യാർത്ഥികളാണ്. ആറ്റുകാൽ പ്രദേശത്ത് RSSന്റെ പ്രാദേശിക പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന ദൃശ്യങ്ങൾ, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് നിലവിൽ തകർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഫ്ലെക്സ് ബോർഡ് കുത്തിക്കീറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും. കൃത്യമായ പദ്ധതിയോടുകൂടി, കൃത്യമായ പ്ലാനോടുകൂടി ഈ വിദ്യാർത്ഥികൾ എത്തുന്നു, അർദ്ധരാത്രി എത്തുന്നു. റോഡിന്റെ ഇരുവശത്തും ഇവർ ശ്രദ്ധിച്ചതിന് ശേഷം തന്നെ അവർ കൃത്യമായ ഒരു പദ്ധതി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. ആ പ്ലാൻ ചെയ്തിരുന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒരു റോഡിന്റെ ഒരു സൈഡും മറ്റൊരാൾ റോഡിന്റെ മറുവശത്തും നിന്ന് മറ്റാരും വരുന്നില്ല, മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്ന കൃത്യമായ ധാരണ ഈ കുത്തിക്കീറാൻ, അല്ലെങ്കിൽ ഈ ഫ്ലെക്സിന്റെ ഭാരതാംബയുടെ മുഖം വികൃതമാക്കാനായി എത്തിയ വ്യക്തിക്ക് നിർദ്ദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിദ്യാർത്ഥി അത് ഭാരതാംബയുടെ മുഖം കുത്തിക്കീറാനായി താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കത്തിയെടുത്ത് മുഖത്ത് ആ ഫ്ലെക്സ് ബോർഡിന്റെ മുഖഭാഗം കുത്തിക്കീറി വികൃതമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ട് പോലും പോലീസ് വർഗീയ വിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഒപ്പം തന്നെ മതവിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്നു എന്നും FIR-ൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അതല്ലാതെ മറ്റു നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഏറെ ഗൗരവകരമായ കാര്യം തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം ഇവർ എത്തിയതിനു ശേഷം ഈ കയ്യിൽ ഒളിപ്പിച്ചിരിക്കുന്ന കത്തിയെടുത്ത് ഭാരതാംബയുടെ ഫ്ലെക്സിന്റെ മുഖം ഭാഗമായ ആ ഭാരതാംബയുടെ മുഖം കുത്തിക്കീറി വികൃതമാക്കിയതിനു ശേഷം ഈ ഉപയോഗിച്ച കത്തി അവർ മറ്റ് തൊട്ടടുത്ത പ്രദേശത്തെ പറമ്പിലേക്ക് എറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത സമീപത്തായി ഒരു പറമ്പുണ്ട്, അവിടെ ഒരു വലിയ മതിലുണ്ട്. ആ മതിലിന്റെ മുകൾ ഭാഗത്തായി കയറി നിന്നാണ് ഈ കത്തി ഒളിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് കത്തി ആ പറമ്പിലേക്ക് വലിച്ചെറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ വിഷയത്തിൽ ഉയരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും വലിയ വിവാദങ്ങൾ ഈ വിഷയത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം തന്നെയാണ് ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വഴിവെക്കുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു, തീർച്ചയായും ഇതിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ടല്ലോ വിനീഷ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം വന്നിട്ടില്ല. പോലീസ് ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം പോലീസ് കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് പറയുന്നത് ഇത്തരത്തിലാണ്, നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നതും ഇത്തരത്തിലാണ്. നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ മുഖം, ഈ CCTV ദൃശ്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ മുഖം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഈ പ്രത്യേക വേഷധാരികളായി എത്തിയ ഈ വിദ്യാർത്ഥികളുടെ മുഖം മനസ്സിലാക്കുന്നുണ്ട്. ഇവർ എവിടെയാണ് ഇപ്പോൾ തങ്ങിയിരിക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള വിവരവും പോലീസിന് ഉണ്ട്. പക്ഷേ പോലീസ് ഇവരിൽ നടപടികളിലേക്ക് കടക്കുന്നില്ല. കാരണം ഇതൊരു വലിയ പ്രശ്നമായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതിനെ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണ്, ഇവർ ഇത്തരത്തിൽ ചെയ്യാനുണ്ടായ കാരണത്തിന് പിന്നിൽ എന്താണ്, എന്ത് വൈകാരികമായ പ്രകടനമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്, ഒപ്പം തന്നെ എന്തിനു വേണ്ടിയിട്ട് ഇത്രയും പ്ലാൻ ചെയ്ത് ഇവർ ഇതിനെ വികൃതമാക്കാൻ, ഈ ഭാരതാംബയുടെ ഫ്ലെക്സിന്റെ ആ ഒരു ഫോട്ടോയുടെ മുഖം ഭാഗം കുത്തി തന്നെ വികൃതമാക്കാൻ
ഇവർ ശ്രമിച്ചു എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കേസിന്റെ നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, വർഗീയ വിദ്വേഷം വളർത്തുന്നു, മതവിദ്വേഷം വളർത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തതിനപ്പുറം മറ്റു നടപടിയിലേക്ക് പോലീസ് പോകുന്നില്ല. ഉന്നത രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നത് കാരണമാണ് ഈ മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു, ശരി, ദൃശ്യങ്ങൾ സഹിതമാണ് ജനം TV വാർത്ത പുറത്ത് വിടുന്നത്. ഇതിൽ കൂടുതൽ പ്രതികരണങ്ങളും തേടുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങളും ഈ വാർത്തയുടെ വിശദാംശങ്ങളും തുടർ വാർത്തകളിൽ ഉൾപ്പെടുത്തും.